തുടക്കത്തിൽ തന്നെ നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് യോഗത്തിന് ഗതി നിർണ്ണയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് വന്നിരിക്കുകയാണ്. വലിയ പരീക്ഷയൊക്കെ പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ സർവീസിലിരുന്ന് ഇതൊന്നും ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയെങ്കിൽ വേറെ പണി നോക്കണം. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. സാധാരണ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നിലപാട് വിശദീകരിക്കാൻ യോഗങ്ങളിൽ അവസരമുണ്ടാകാറുണ്ട്. ഇന്നലെ അതുണ്ടായില്ല. കളക്ടറെയും സബ് കളക്ടറെയും ലക്ഷ്യം വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ശകാരമെങ്കിൽ എം മണി സബ് കളക്ടറെ മാത്രമാണ് ഉന്നം വെച്ചത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ തന്നെ മണ്ടനാക്കാമെന്നാണ് സബ് കളക്ടറുടെ നോട്ടം. ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? എന്ത് തോന്നിയാസവും ചെയ്യാമെന്നാണോ വിചാരം? ഇങ്ങനെ പതിവ് ശൈലിയിലായിരുന്നു മണിയുടെ സംസാരം. കുരിശുപള്ളിയുടെ ഗുണം കിട്ടുന്ന ആർക്കാണ് BJPക്കല്ലേ എന്ന് ചോദിച്ച എം മണി നിങ്ങൾ ആരെയാണ് സഹായിക്കുന്നതെന്നും സബ് കളക്ടറോട് ചോദിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും വകുപ്പ് സെക്രട്ടറി PH കുര്യനും കളക്ടറെയും ഉദ്യോഗസ്ഥരെയും പ്രതിരോധിച്ചില്ല. മുഖ്യമന്ത്രി തിരുത്താൻ മന്ത്രിക്ക് ഭരണപരമായ പരിമിതി ഉണ്ടായിരുന്നെങ്കിൽ വകുപ്പ് ചെയ്ത കാര്യങ്ങൾ പറയാൻ സെക്രട്ടറിക്ക് എന്തായിരുന്നു തടസ്സമെന്ന് വ്യക്തമല്ല. പരാമർശങ്ങൾ ക്രൂരമായി പോയെന്ന് അടുപ്പമുള്ള വൃത്തങ്ങളോട് പറഞ്ഞ റവന്യൂ മന്ത്രി യോഗത്തിലെ സംഭവവികാസങ്ങളിൽ തീർത്തും ദുഃഖിതനും നിരാശനുമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.